ഇന്ന് നമ്മൾ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു മാംഗോ സാഗോ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഷബാന, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അധികം വെയിറ്റ് ആക്കാതെ ഇതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് കണ്ടു വെക്കാം. നമ്മളെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് മാങ്ങ. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സാഗോ പേൾസ് ആണ്. ചവ്വരി അല്ലെങ്കിൽ സാബൂനരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്ക് സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ സാഗോ പേൾസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് അങ്ങോട്ട് വേവിച്ചാൽ ഇത് ഭയങ്കര സ്റ്റിക്കി ആവും. ഈ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നോർമൽ വാട്ടർ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് കട്ട് ചെയ്ത മാങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളമൊക്കെ മതിയാവും കേട്ടോ. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം അടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മളെ തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള ജ്യൂസിൻ്റെ തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെച്ച സാഗോ പേൾസ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/4 കപ്പ് കൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്താലും മതി. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അധികം തിക്നെസ് വേണ്ടാത്തതുകൊണ്ട് ഫ്രീസറിൽ വെച്ച് കട്ടിയായ പാല് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ലൂസാവും. തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം മുകളിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ മാങ്ങ തന്നെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാംഗോ സാഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ. ബൈ.